പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മലക്ക് പോയി തിരികെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് കയറി വന്ന വിക്രം സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ തകർന്നു നിൽക്കാണ്. തന്റെ ജീവന്റെ പാതി നഷ്ടപ്പെട്ടതുപോലെ വിക്രം മാഷിനെയും കമലത്തെയും നോക്കി വിഷമത്തോടെ കസേരയിലിരിക്കുന്ന വിക്രമിന്റെ അരികിലേക്ക് മാഷും കമലമ്മയും വന്നു. മാഷ് അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയാണ്, എടാ മോനെ, അകന്നിരിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ആ വേദന നീ ഇപ്പോൾ അറിയാൻ പോവുകയാണ്. ഇത്രയും കാലം നിന്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ അവള്. നീ വേദയെ അകറ്റാൻ നോക്കിയപ്പോഴൊന്നും അവൾ നിന്നെ വിട്ടുപോയില്ലല്ലോ. നീ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ നിന്റെ കൂടെ തന്നെ അവൾ നിന്നു. നിന്നെ മനസ്സിലാക്കി നീ ഒരു നല്ല വിക്രമാവണമെന്ന് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതെല്ലാം തന്നെ വേദ തന്നെയായിരുന്നു. ഇപ്പൊ നീ എല്ലാം ഉപേക്ഷിച്ച് അവൾ കൊതിച്ചതുപോലെ തന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് മാറി വരുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാനൊന്നും അവൾ ഇവിടെ ഇല്ലല്ലോ എന്ന് മാഷി വിഷമത്തോടെ പറയാണ്. നിന്റെ സങ്കടം എനിക്കും കമലത്തിനും മനസ്സിലാവുന്നുണ്ട്. വിക്രം നിറഞ്ഞ കണ്ണുകളോട് കൂടെ തന്നെ മാഷിനെ നോക്കി. ആ വാക്ക് കേട്ട് അവന്റെ മനസ്സ് പിടയാണ്. വേദയെ ഒരു നോക്ക് കാണാൻ അവൻ വല്ലാതെ കൊതിക്കുന്നുണ്ടാവും. അന്നേരം കമലമ്മ പറയുന്നുണ്ട്, ഓ നീ വിഷമിക്കേണ്ടടാ, വേദ ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ വരും. അവൾക്കുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ട് ശ്രീകാര്യം ശ്രീനിവാസനും നീയുമായിട്ടുള്ള ആ ഒരു ബന്ധം നീ അവസാനിപ്പിച്ചു എന്നറിയുന്ന നിമിഷം തന്നെ അവൾ നിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരും, അത് ഉറപ്പാണ്. അന്നേരം മാഷ് പറയും, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. പക്ഷേ വേദ ഇല്ലാത്ത ഈ ഒരു വീട് അണഞ്ഞുപോയ നിലവിളക്ക് പോലെയാണ്. ആ വെളിച്ചം അവൾ തന്നെയായിരുന്നു. നീ പേടിക്കണ്ട, ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും. നിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന വേദ മഹാലക്ഷ്മിയെ പോലെ ഈ വീട് കാത്തു. അതുപോലെ നിന്നെയും ആ മഹാലക്ഷ്മി ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അമ്മേ, അവൾക്ക് കുറച്ചുകൂടി സാവകാശം എനിക്ക് തരാമായിരുന്നു. മലക്ക് പോയി വന്നൊരു സർപ്രൈസായിട്ട് ഇവളോട് ഇതൊക്കെ പറയാനിരിക്കുമായിരുന്നു ഞാന്. നിങ്ങളോട് പറയാനിരുന്നപ്പോഴേക്കും അവൾ പോയില്ലേ അമ്മേ. എന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ. അറിയാതെ വിക്രത്തിന്റെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ണ് തുടച്ചുകൊണ്ട് തന്നെ വിക്രം മുറിയിലേക്ക് പോയി. ഇത് കണ്ട് മാഷിനും കമലമ്മക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. നന്ദിനി ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു നിൽക്കുമ്പോൾ ശ്രീജേടത്തി സങ്കടത്തോടു കൂടി തന്നെ വിക്രമിനെ നോക്കി. ഉടനെ കമലം മാഷിനോട് പറയുന്നുണ്ട്, വേദ പോയത് വിക്രമിന് താങ്ങാൻ പറ്റുന്നില്ല. അവൻ ഒരുപാടധികം വിഷമിക്കുന്നുണ്ട്. വേദയെ അവൻ അത്രക്കും ജീവനായിരുന്നു. എപ്പോഴോ അവന്റെ മനസ്സിൽ അവൾ അത്രമാത്രം ആഴത്തിൽ കയറി കൂടിയിട്ടുണ്ട്. ആ മാറ്റമാണ് വിക്രമിനെ കൊണ്ട് ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം പോലും അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. മാഷ് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട കമലെ, ഭഗവാൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കും. വിക്രം തന്റെ മുറിയിൽ പോയി പൊട്ടിക്കരയാണ്. വേദയെ താൻ ആദ്യമായി കണ്ട നിമിഷം മുതൽ ഇങ്ങോട്ടേക്കുള്ള ഓരോ കാര്യങ്ങളും അവൻ ഓർത്തെടുക്കുകയാണ്. ക്ഷേത്രത്തിൽ പോയതും അവളോടൊപ്പമുള്ള സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം തന്നെ അവൻ ഓർത്തെടുത്തു. താൻ അറിയാതെ തന്നെ വേദയെ അത്രമാത്രം പ്രണയിച്ചു പോയ നിമിഷങ്ങളൊക്കെ അവന്റെ ഉള്ളിൽ ഒരു വിങ്ങലായി. അവളുടെ ചിരിയും കളിയും സംസാരവും എല്ലാം വേദനയോടുകൂടെ തന്നെ അവൻ ഓർത്തു. അപ്പോഴേക്കും കമലത്തിന്റെ അരികിലേക്ക് വിക്രം വന്നു. കണ്ണു തുടച്ചുകൊണ്ട് തന്നെ അവൻ അമ്മയെ നോക്കുമ്പോൾ കമലമ്മ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട മോനെ, വേദക്ക് നിന്നെ ജീവനാണ്. അവൾ സന്തോഷത്തോടെയല്ല ഈ വീട് വിട്ടു പോയിരിക്കുന്നത്. അതിന് പുറകിൽ എന്തോ ഒരു കാരണമുണ്ട്. നീ തന്നെ അത് അവളോട് ചോദിച്ചു മനസ്സിലാക്കണം. നീ പോയി അവളെ വിളിക്കണം. നീ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നറിയുമ്പോൾ ഒരിക്കലും അവൾക്ക് ഇങ്ങോട്ടേക്ക് തിരികെ വരാനാവില്ല. നീ സ്നേഹിക്കുന്നതിന്റെ 100 മടങ്ങ് അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ അമ്മക്കറിയാം. അച്ഛൻ പോലും നിന്നെ തെറ്റുകാരനായി കണ്ടപ്പോൾ വേദ മാത്രമാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ചത്. നീ ജയിലിലായത് നിന്റെ തെറ്റുകൊണ്ടല്ല എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കി തന്നതും അവളാണ്. അത്രമാത്രം നിന്നെ മനസ്സിലാക്കിയ വേദക്ക് ഒരിക്കലും നിന്നെ വിട്ടകരാനൊന്നും ആവില്ല. നീ ചെല്ലുന്നതും കാത്ത് അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. നീ ഒന്ന് മുഖം കഴുകി കാപ്പിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വേദന്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് വേദയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. കമലമ്മ പറയുമ്പോൾ വിക്രമിന് വലിയൊരു ആശ്വാസം തോന്നി. അവൻ ആ നിരാശയൊക്കെ മാറ്റിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ വേദയില്ലാത്തതിന്റെ കുറവ് അവൻ ശരിക്കും അറിയുന്നുണ്ട്. കാപ്പി കുടിക്കാനാവാതെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോന്നു. ബൈക്കിൽ കയറി പോവാൻ നേരം മാഷ് വന്നു. അച്ഛാ, ഞാൻ വേദയെ വിളിക്കാൻ പോവാണ്. അവളോട് ശ്രീനിവാസൻ സാറുമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയണം. അവൾ തിരിച്ചു വരും. ഞാൻ വിളിച്ച അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയട്ടെ വിക്രം. തന്റെ മനസ്സിൽ എന്തു തോന്നുന്നോ അത് തന്നെ ചെയ്യ്. ഞാനായിട്ടൊരു തടസ്സം നൽകുന്നില്ല. അവൾ തിരികെ വരാൻ ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറയാണ് മാഷ്. വിക്രം വേദയുടെ വീട്ടിലേക്ക് ബൈക്കിൽ പോയി. ഓരോ നിമിഷവും അവൾ ഇല്ലാതെ പറ്റില്ല എന്ന് വിക്രം തിരിച്ചറിയാണ്. അവൾ തന്റെ പുറകെ ഇരുന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ വിക്രമിന്റെ ഉള്ളിൽ ഒരു നോവായി തന്നെ മാറി. അപ്പോഴാണ് വിക്രമിന്റെ മുന്നിലേക്ക് രാധ വരുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് വരികയാണ്. രാധ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ വിക്രം, അവൾ നിന്നെ വിട്ടു പോകുമെന്ന്. അവൾ വന്നത് എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്നോട് പോലും ഒരു വാക്ക് പറയാതെ അവൾ ആ വീട് വിട്ടുപോയി. നീ എങ്കിലും ഇപ്പോൾ ഒന്ന് മനസ്സിലാക്ക് എന്താണ് യഥാർത്ഥ സ്നേഹമെന്ന്. നീ എന്നെ തള്ളിക്കളഞ്ഞിട്ടും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നവളാണ് ഈ രാധ. ആ സ്നേഹം മറന്നിട്ടാണോ നീ അവളുടെ പുറകെ എങ്ങനെ പോകുന്നത്? ഇത് കേട്ടപ്പോ, രാധയുടെ വാക്കൊക്കെ കേട്ടപ്പോ വിക്രമിന് അങ്ങ് ദേഷ്യം വന്നു. വണ്ടിയിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് പോകണം. നിന്നോട് എന്നെ സ്നേഹിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
വേദ എന്റെ ഭാര്യയാണ്. എന്റെ ജീവിതം അവസാനിക്കുന്നതുവരെ അവൾ അങ്ങനെ തന്നെയായിരിക്കും. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ വിക്രം സുധാകരനാണ് ഈ പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് വേദ മാത്രമായിരിക്കും. നിനക്കെന്നല്ല ഒരു പെണ്ണിനും എന്റെ മനസ്സിൽ സ്ഥാനമില്ല. അവൾ പോയതുകൊണ്ട് തന്നെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതും വേണ്ട രാധേ. അവൾ എന്നിൽ നിന്നും എത്ര അകന്നാലും ഞാൻ അവൾക്കായിട്ട് കാത്തിരിക്കും. നീ എന്നെ സ്നേഹിക്കുന്നതിന്റെ ഒരു 100 മടങ്ങ് ഞാൻ വേദയെ സ്നേഹിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി വണ്ടി ഒന്ന് മാറ്റിത്തരാമോ? രാധ പകച്ചു നിന്നു. വിക്രം അവളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് രാധക്ക് മനസ്സിലായി. വിക്രം ദേഷ്യത്തോടു കൂടെ അവിടെ നിന്നും പോവാണ്. അവൻ പോകുന്നതും നോക്കി തന്നെ രാധ പറയുന്നുണ്ട്, എന്ത് മന്ത്രപ്പൊടിയാടോ അവൾ വിക്രമിന് കൊടുത്തിരിക്കുന്നത് എന്നാവോ. അവന്റെ മനസ്സ് ഇത്രമാത്രം മാറ്റിയെടുക്കാനായിട്ട്. നന്ദിനി അപ്പോൾ രാധയെ വിളിക്കുന്നുണ്ട്. നീ വിക്രമിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാധ സങ്കടത്തോടെ പറഞ്ഞു, കണ്ടു നന്ദിനിയെടുത്തി. പക്ഷേ അവൻ എന്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്. എനിക്ക് അവനെ കിട്ടുമെന്ന് ഇനി യാതൊരുവിധ പ്രതീക്ഷയുമില്ല. എനിക്ക് അവനെ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് നടക്കില്ല എന്ന് അവൻ എനിക്ക് മനസ്സിലാക്കി തന്നു. അവന്റെ മനസ്സിൽ വേദയല്ലാതെ മറ്റൊരു പെണ്ണില്ല. അവർ തമ്മിലുള്ള ബന്ധം ഞാൻ കരുതിയതുപോലെയൊന്നുമല്ല എന്ന് രാധ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് എന്റെ ഫോണ് കട്ടിയാണ്. വേദ വീട്ടിൽ കാപ്പി പോലും കുടിക്കാതെ വിക്രമിനെ കുറിച്ച് ചിന്തിച്ച് മുറിയിലിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ പറ്റിയത്? എന്താ മോളെ നിനക്ക് പറ്റിയത്? നീ എന്തിനാണ് ഇങ്ങനെ തിരികെ വന്നത് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. വിക്രമും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അച്ഛനോട് പറയണേ. എനിക്ക് ചോദിക്കാൻ അവകാശമില്ലേ? ഇത്രമാത്രം വിഷമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉണ്ടായത്? വേദ അന്നേരം ഒന്നും മിണ്ടാതെ ശങ്കരനാരായണന്റെ തോളിലേക്ക് ചാഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് അച്ഛാ എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം? ഞാൻ ചെയ്തതൊക്കെ ശരിയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ വയ്യ അച്ഛാ. മനസ്സാകെ തളർന്നു പോയിരിക്കുകയാണ്. അച്ഛനിപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ പിന്നെ കഴിച്ചോളാം. അച്ഛൻ കോടതിയിൽ പോയിക്കോളൂ. മോള് വിഷമിക്കേണ്ട. അച്ഛൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശങ്കരനാരായണൻ അവിടെ നിന്നും പോവാണ്. ആ സമയത്തിന് വേദ മുറിയിലിരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയായിരിക്കും. അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചിരിച്ചുകൊണ്ട് വരുന്നത്. വേദ ദേഷ്യത്തോടു കൂടെ തന്നെ അവനെ നോക്കി. നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് സംശയമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരാത്തത്. ഇപ്പോൾ ഇവിടെ ആരുമില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എൻ്റെ ജീവനാണോ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കാണ് വേദ. എങ്കിൽ പിന്നെ അതെടുത്തോ. എൻ്റെ ശരീരം ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സിപ്പോഴും വിക്രമിൻ്റെ വീട്ടിലാണ്. നിങ്ങൾ എന്നെ എത്ര അകറ്റാൻ നോക്കിയാലും ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുക തന്നെ ചെയ്യും. അതിന് ഭഗവാൻ സാക്ഷിയാണ് എന്ന് വേദ പറഞ്ഞു. ആ ബന്ധം പവിത്രമാണ്. അത് തകർക്കാനൊന്നും ആർക്കും കഴിയില്ല. ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നത്, എന്തിനാണ് നീ ആ വീട് ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? ഇനി നിനക്ക് അതൊന്നും തന്നെ പറയാനുള്ള യോഗ്യത പോലുമില്ല വേദ. ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണം. ഇല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെയും വിക്രമിനെയും എല്ലാവരെയും ഞാനങ്ങ് ഇല്ലാതാക്കും. അവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അവളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഇറങ്ങിപ്പോവാൻ നേരം തന്നെ വേദയോട് അവൻ പറയുന്നുണ്ട്, നീ ഏതായാലും റെസ്റ്റ് എടുക്ക്. ആഹാര സമയത്തിന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പോയി. വേദക്ക് അവനോട് വലിയ വൈരാഗ്യമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പത്മം വന്ന് നിർബന്ധിച്ച് വേദയെ കൊണ്ട് കാപ്പി കുടിപ്പിക്കാൻ നോക്കി. അവളാണെങ്കിൽ ഒന്നും കഴിക്കാതെ വിക്രമിന്റെ ഓർമ്മകൾ തന്നെ ഇരിക്കാണ്. വിക്രം തന്നോട് കാണിച്ച സ്നേഹവും പുറകെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ ഓർത്തെടുത്തു. അപ്പോഴാണ് വിക്രമിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടത്. വേദയുടെ മുഖത്ത് വലിയൊരു സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ വിക്രമിനെ തന്നിൽ നിന്നും അകറ്റണമെങ്കിൽ അവനോട് ദേഷ്യം കാണിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. കണ്ണു തുടച്ച് ദേഷ്യം അഭിനയിച്ചുകൊണ്ട് തന്നെ അവൾ നിൽക്കാണ്. വിക്രം ബൈക്കുമായി മുറ്റത്ത് വന്നു നിന്നു. വേദയെ കണ്ടപ്പോൾ വിക്രമിന് ഒരുപാടധികം സന്തോഷം തോന്നിയിരുന്നു. വിക്രമിന്റെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ട്. ശ്രീകാന്തിനെ ഓർത്ത് വേദ ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങോട്ടേക്ക് ചെന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവൾ ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ വിക്രം ആകെ പകച്ചുപോയി. നീ എന്താണ് വേദ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിക്കാണ് വിക്രം. ഞാൻ ആ വീട് വിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്നതാണ്. ഇനി നിങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്ന് വേദ കടുപ്പിച്ചു പറഞ്ഞു. നിന്നെ വിളിക്കാനാണ് ഞാൻ വന്നത്. നീ എന്റെ കൂടെ വാ എന്ന് വിക്രം ക്ഷമയോടുകൂടെ പറയാണ്. ഞാൻ കൂടെ വരില്ല വിക്രം. എല്ലാം ഉപേക്ഷിച്ച് വന്നവളാണ് ഞാൻ. എനിക്കിനി ഒന്നും കേൾക്കണ്ട. വിക്രം തന്റെ സ്നേഹം അവളോട് പറയുന്നുണ്ട് എങ്കിലും വേദ അത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. നിനക്ക് വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വിക്രം പറയുമ്പോൾ, വേണ്ട, നിങ്ങൾ എവിടെ നിന്ന് പോവണം. ഇനി എന്നെ അന്വേഷിച്ച് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞ് വേദ വിക്രമിന്റെ മുന്നിൽ കൈ കൂപ്പി കേണപേക്ഷിക്കുന്നത് പോലെ സംസാരിക്കാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വിക്രം സങ്കടത്തോടു കൂടെ ചോദിക്കുന്ന സമയത്തിന് വേദ മുഖം തിരിച്ചു നിൽക്കും. എനിക്ക് നിങ്ങളോടോ നിങ്ങളുടെ കുടുംബത്തോടോ യാതൊരുവിധ ബന്ധവുമില്ല. എന്നെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് വേദ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി. വിക്രം അന്നേരം ആകെ തകർന്നു നിൽക്കാണ്. വേദ വാതിലടച്ചിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. വിക്രം നിറ കണ്ണുകളോടുകൂടെ തന്നെ അവിടെ തന്നെ നിൽക്കും. തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. വിക്രം ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോവാണ്. ശബ്ദം കേട്ടുകൊടുത്തിട്ട് വേദ വാതിൽ തുറന്നു നോക്കുന്നു. അവൾ മുകളിലേക്ക് ഓടിപ്പോയി കരയുന്നു. വിക്രം വീട്ടിലെത്തി കമലത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു.
ഞാൻ കണ്ട വേദയല്ലേ അമ്മേ അവള്. ഇനി ഒരിക്കലും അവളുടെ മുന്നിൽ പോകരുതെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. കമലമ്മ സങ്കടപ്പെട്ട് അവനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. നീ വിഷമിക്കേണ്ട വിക്രം, ഭഗവാൻ നിങ്ങൾ രണ്ടുപേരെയും എന്നെങ്കിലും ഒരു ദിവസം ഒന്നിക്കും. രാത്രിയിൽ വിക്രം തനിച്ചിരുന്ന് വേദയെക്കുറിച്ച് ഓർത്തു. അങ്ങനെ അന്ന് വേദക്ക് സമ്മാനിച്ച ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂ കയ്യിലെടുത്തുകൊണ്ട് തന്നെ അവൻ അവളെ എത്രമാത്രം പ്രണയിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. വേദയില്ലാതെ ജീവിക്കാൻ തനിക്കാവില്ല എന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ഇതേ സമയം വേദയും വിക്രമിനെ കുറിച്ച് ഓർത്ത് വേദനയോടുകൂടി തന്നെ ആകെ സങ്കടപ്പെട്ടിരുന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ട് മനസ്സുകളും ഒന്നായി തീരാൻ ഒന്നുപോലെ തന്നെ ആഗ്രഹിക്കുന്ന നിമിഷമായിരുന്നു അത്. വിക്രം പോയതിനു ശേഷം വേദയുടെ ഉള്ളിൽ ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു. ശ്രീകാന്തിന്റെ ഭീഷണിക്ക് വഴങ്ങി തന്റെ സ്നേഹത്തെ തള്ളിപ്പറയേണ്ടി വന്നതിന്റെ നീറ്റിൽ. പക്ഷേ വിക്രമിന്റെ ആ ഒരു കണ്ണുകളിലെ സങ്കടം കണ്ടപ്പോൾ അവൾക്കൊരു കാര്യം ഉറപ്പായി. ഇനി ഇങ്ങനെ ഒളിച്ചോടാനൊന്നും കഴിയില്ല. അന്ന് രാത്രി ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന വേദ ഒരു തീരുമാനമെടുത്തു. ശ്രീകാന്ത് വിചാരിക്കുന്നത് പോലെ തന്നെ തളർത്താൻ ആർക്കും കഴിയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ അതീവ രഹസ്യമായി തന്നെ ആ വീട്ടിലെ പഴയ വിശ്വസ്തനായ ഡ്രൈവറെ വിളിച്ചു. ശ്രീകാന്ത് എവിടെയൊക്കെ പോകുന്നുണ്ട് എന്നും ആരൊക്കെ കാണുന്നുണ്ട് എന്നും അറിയണമായിരുന്നു. അതേസമയം വിക്രം വീട്ടിലൊരു ഭ്രാന്തനെ പോലെ അലയുന്നുണ്ടായിരുന്നു. വേദ പറഞ്ഞ കൈപ്പുള്ള വാക്കുകൾ അവന്റെ കാതുകളെ മുഴക്കുന്നുണ്ട് എങ്കിലും അവന്റെ മനസ്സ് അത് വിശ്വസിക്കാനൊന്നും തയ്യാറായില്ല. അവൾ എന്നെ വെറുക്കുന്നില്ലമ്മേ. അവളുടെ കണ്ണുകൾ എന്തോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവൻ കമലത്തിനോട് പറഞ്ഞു. വിക്രം സ്വന്തം നിലയിൽ അന്വേഷണം തുടങ്ങി. ശ്രീകാന്ത് എന്തിനാണ് പെട്ടെന്ന് വേദയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ന് അവൻ ചിന്തിച്ചു. ശ്രീകാന്തിന്റെ ബിസിനസ് ഇടപാടുകളെക്കുറിച്ച് വിക്രം രഹസ്യമായിട്ട് അന്വേഷിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നു. വിക്രമിന്റെ കുടുംബ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് നടത്തിയ ഗൂഢാലോചനകളുടെ രേഖകളെല്ലാം തന്നെ അവന് ലഭിച്ചു. അടുത്ത ദിവസം ശ്രീകാന്ത് വേദയെ നിർബന്ധിച്ച് ചില പേപ്പറുകൾ ഒപ്പിടുവിക്കാൻ ശ്രമിക്കുമ്പോൾ വിക്രം അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി ചെന്നു. നിന്റെ കളി അവസാനിച്ചു ശ്രീകാന്ത്. വിക്രമിന്റെ ശബ്ദം ആ വീടാകെ മുഴങ്ങി. കൂടെ പോലീസുകാരും ഉണ്ടായിരുന്നു. ശ്രീകാന്ത് ചെയ്ത കുറ്റങ്ങളെല്ലാം തന്നെ സാമ്പത്തിക തട്ടിപ്പുകളും എല്ലാം തന്നെ തെളിവുകൾ സഹിതം തന്നെ വിക്രം നിരത്തി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ വേദയെ തോക്കിൻ മുനയിൽ നിർത്തി രക്ഷപ്പെടാൻ നോക്കി. ആ സമയത്തിന് വിക്രം തന്റെ ജീവൻ പോലും പണയം വെച്ച് മുന്നോട്ട് ചാടി. വേദയെ തൊട്ടുപോയാൽ നീ ഇനി ജീവനോടെ ഉണ്ടാവില്ല. അവന്റെ ആവേശത്തിന് മുന്നിൽ ശ്രീകാന്ത് ആകെ പതറിപ്പോയി. പോലീസ് അവനെ കീഴ്പ്പെടുത്തി. എല്ലാം ശാന്തമായപ്പോൾ വിറക്കുന്ന കൈകളോടെ നിൽക്കുന്ന വേദയുടെ അടുത്തേക്ക് വിക്രം ചെന്നു നടന്നു. വേദയുടെ കണ്ണുകളിൽ നിന്നും അണ പൊട്ടിയൊഴുകുന്ന സങ്കടവും സ്നേഹവും എല്ലാം തന്നെ അവൻ കണ്ടു. ഇതാണോ നിന്റെ ആ ഒരു സർപ്രൈസ്? എന്നെ നിനക്ക് ഇത്രമാത്രം വേദനിപ്പിക്കണമായിരുന്നോ എന്ന് വിക്രം ചോദിച്ചപ്പോൾ വേദ അവനെ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരയാണ്. നിങ്ങളെ രക്ഷിക്കാൻ വേറെ വഴിയില്ലായിരുന്നു വിക്രം. അവളുടെ ആ ഒരു വിളിയിൽ എല്ലാ പിണക്കങ്ങളും അങ്ങ് അലിഞ്ഞുപോയി. മാഷും കമലമ്മയും മുറ്റത്തേക്ക് കയറി വരുമ്പോൾ വിക്രമിന്റെ കൈ പിടിച്ച് നിൽക്കുന്ന വേദയെ അവർ കണ്ടു. അവർ നിറ കണ്ണുകളോടെ നോക്കി നിൽക്കാണ്. എടോ, ഞാൻ പറഞ്ഞില്ലെടോ, മഹാലക്ഷ്മി ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. മാഷി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അന്ന് വൈകുന്നേരം വീട്ടിലെ നിലവിളക്ക് വീണ്ടും തെളിഞ്ഞു. വേദയുടെ കയ്യിൽ നിന്നും വിക്രം സ്നേഹത്തോടു കൂടി തന്നെ കാപ്പി വാങ്ങിച്ചു കുടിച്ചു. ആ മുല്ലപ്പൂ അവൾ വീണ്ടും തലയിൽ ചൂടി. മുറ്റത്തെ കാറിൽ പ്രണയത്തിന്റെ മണം വീണ്ടും നിറഞ്ഞു. തോൽക്കാൻ മനസ്സില്ലാത്ത രണ്ട് മനസ്സുകൾ ഒന്നായപ്പോൾ അത് പവിത്രമായ ഒരു പുതിയ തുടക്കം തന്നെയായി മാറി. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ